നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. നമ്മൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് നമുക്ക് പുതുവർഷ ഫലത്തെക്കുറിച്ച് നോക്കാം. പുതുവർഷം എന്ന് പറയുമ്പോൾ നമ്മൾ 3 രീതിയിൽ പുതുവർഷത്തെ വരവേൽക്കും. ഒന്ന്, ജനുവരി മാസത്തെ ലോകം മുഴുവനും വരവേൽക്കും. ജനുവരി തൊട്ട് ഡിസംബർ വരെ ഒരു വർഷമാണ്. ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് മേടമാസം തൊട്ട് മീനമാസം വരെ. മലയാളികളുടെ പുതുവർഷം എന്ന് പറയുന്നത് ചിങ്ങമാസം തൊട്ട് കർക്കടക മാസം വരെയാണ്. ഇപ്പോൾ ചിങ്ങമാസം ദാ വരികയായി. അപ്പോൾ ചിങ്ങമാസം എന്ന് പറയുമ്പോൾ 1199 ആണ്ട് തീർന്ന് 1200 ആണ്ട്, അതായത് പുതിയ നൂറ്റാണ്ടിലേക്ക് കാലുവയ്ക്കുകയാണ് മലയാളികൾ. ഇത് ഓരോ രാശിക്കാർക്കും എങ്ങനെ പുതുവർഷം നമുക്ക് എത്ര കണ്ട് ഗുണദോഷ ഫലത്തെ ചെയ്യുന്നു എന്നാണ് നമ്മൾ ഈ ചാനലിലൂടെ അവലോകനം ചെയ്യണേ. ഇത് നമുക്ക് കന്നിരാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. കന്നിരാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ ഉത്രം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം, ഉത്തരത്തിൻ്റെ കാൽഭാഗം ചിങ്ങക്കൂറിൽ പോയി ബാക്കി മുക്കാൽ ഭാഗവും, അത്തം നക്ഷത്രം പൂർണ്ണമായിട്ടും ചിത്തിര നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് കന്നിക്കൂറുകാർ. ഈ രാശിക്കാർക്ക് പുതുവർഷം ഭാഗ്യദായകമായ വർഷം തന്നെയാണ്. ഭാഗ്യഫലത്തെ പ്രദാനം ചെയ്തു തരും. കാരണം പുതുവർഷം ഭാഗ്യത്തെ തരും എന്ന് പ്രധാനമായി പറയാൻ കാരണം ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് നിങ്ങൾക്ക്. വ്യാഴം സഞ്ചരിക്കുന്ന എവിടെയാണ്? ഭാഗ്യസ്ഥാനത്താണ്. അപ്പോൾ ഭഗവാൻ ഗുരു ഭാഗ്യത്തെ കൊണ്ടുതരും. മാത്രമല്ല, വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് 5ാമത്തെ രാശിയാണ് ശരിക്ക് കന്നിരാശി. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ഇപ്പോൾ ഭഗവാൻ ദൃഷ്ടി ചെയ്യുകയാണ്. ലക്ഷം ദോഷം ഗുരുഹന്തി. വ്യാഴം ദൃഷ്ടി ചെയ്താൽ 1,00,000 ദോഷം ഉണ്ടെങ്കിലും തീർന്നു പോവും. ഇപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്ന രാശിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥകൾ വന്നു ചേരും. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ വിജയിപ്പിക്കാൻ സാധിക്കും. അതുപോലെ ഔദ്യോഗികമായിട്ട് പുരോഗതി വന്നു ചേരും. പ്രൊമോഷൻ ലഭിക്കാതിരിക്കുന്നവർക്ക് പ്രൊമോഷൻ കിട്ടാം. വീട് വയ്ക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നവർക്ക് വീട്ടിന് തുടങ്ങിയ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഇടവരും. തുടങ്ങിയിട്ട് ബ്ലോക്കായി കിടക്കുന്നവർക്ക് അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അവസ്ഥയുണ്ടാവും. വിവാഹാദി കാര്യങ്ങളോ അതുപോലെ വീട്ടിനകത്ത് മറ്റ് സന്തോഷപ്രദമായ അവസ്ഥകൾ വരാൻ അനുകൂലപ്രദമായ വർഷം തന്നെയാണ്. എങ്കിലും ഇവിടെ ജന്മത്തിൽ കേതു നിൽക്കുകയാണ്. ജന്മത്തിൽ കേതു ഉദയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തു ചെയ്യും? കേതുവിന് ഏതു വേണ്ട ഇതൊക്കെ തരും. പക്ഷേ ഈസി ആയിട്ട് തരത്തില്ല. എല്ലാത്തിനും ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. ഓരോ കാര്യങ്ങൾ കുറച്ച് ഇഴയ്ക്കും. അതുപോലെ കേതു ജന്മരാശി നിൽക്കുന്നതുകൊണ്ട് ഈ രാശിക്കാർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വലിയ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ടും വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും മറ്റു വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല. ചെറിയ ചെറിയ അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറി വന്നുകൊണ്ടിരിക്കും. അതേപോലെ അസൂയാലുക്കളുടെ എണ്ണം കൂടും. കാരണം കേതു അവിടെ നിൽക്കുകയാണ്. ഭാരകൾ വർദ്ധിക്കും. കുടുംബത്തിനകത്തുള്ളവർക്ക് വരെ നമ്മളുടെ അതൃപ്തി ഉണ്ടാവാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാത്ത അവസ്ഥ വരും. അംഗീകാരം കിട്ടാതെ വരും. എങ്കിലും നമുക്ക്
മൊത്തത്തിൽ പറഞ്ഞാൽ പുരോഗതിയുടെ കാലഘട്ടം തന്നെയാണ്. ഇതുപോലെയുള്ള ചെറിയ 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 പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് പുരോഗതിയുടെ കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ ജാതക ഭാവവും കൂടി ചിന്തിക്കണം. ഇത് നമുക്ക് കോമണായി പറയുന്നു. ഓരോ ജ്യോത്സ്യന്മാർ അവരവരുടെ രീതിക്കനുസരിച്ച് ഗ്രഹങ്ങളുടെ വ്യത്യാസത്തെ മനസ്സിലാക്കി ഗ്രഹങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് അവർ ഫലം പറഞ്ഞു തരുമെങ്കിലും നമുക്ക് പൂർണ്ണ ഫലം എന്ന് പറയുന്നത് നമ്മളെ ജാതക ഫലം തന്നെയാണ്. ഇപ്പോൾ ജാതകത്തിൽ ഗ്രഹങ്ങൾ വളരെ അനുകൂല ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ അസ്വസ്ഥത ഉണ്ടാകുന്ന ഒന്നും വരാതെ പോകും. ജാതകത്തിൽ ഗ്രഹങ്ങൾ വളരെ പ്രതികൂലമായി നിൽക്കുകയാണെന്ന് വെച്ചോളുക. ഞാൻ പറഞ്ഞുകൂടെ, ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാവും, സമ്പത്ത് വരും, സൗഭാഗ്യം വരും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടും. കാരണം നമ്മൾ ജാതക ഭാവത്തിൽ ഗ്രഹങ്ങൾ സപ്പോർട്ടല്ലാതെ വന്നാൽ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ജാതകം കൂടി പരിശോധിക്കാൻ പറയുന്നതിൻ്റെ കാരണം. ജ്യോത്സ്യനെ കാണിച്ച് ജാതകം കൂടി പരിശോധിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഗ്രഹങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വർഷത്തിൽ നമുക്ക് കിട്ടേണ്ട ഫലം ഡിലേ ആയി പോകും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഗ്രഹങ്ങൾ അനുകൂലപ്രദമല്ലാതെ നിൽക്കുകയാണെങ്കിലോ അതിനുള്ള പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നമ്മൾ പോയാൽ നമുക്ക് പൂർണ്ണ വിജയത്തിലേക്ക് പോകാൻ സാധ്യമാവും. അപ്പോൾ എല്ലാ കന്നിരാശിക്കാർക്കും ഐശ്വര്യപ്രദമായ ഒരു വർഷം പുതുവർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.